എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ അസസ്മെൻറ്റ് ഓഫ് ഫേമുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നോക്കാം, ഇവിടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ABC കമ്പനി എ ഫേം എന്ന് തന്നിട്ടുണ്ട്. ഫോർ ദി ഇയർ എൻ്റെ 31/3/2023 നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിട്ടുള്ളത്. അതിൽ ഡെബിറ്റ് സൈഡിൽ ടു എക്സ്പെൻസ് 82,000, ടു ഡിപ്രീസിയേഷൻ 20,000, ടു റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് 60,000, ടു ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് 35,000. ഇനി റെസീപ്റ്റ് സൈഡിൽ ബൈ റെസീപ്റ്റ്സ് ഫ്രം ക്ലയൻസ് ആൻഡ് ഓഡിറ്റ് 1,80,000, ഡിവിഡൻഡ് ഫ്രം കമ്പനി ഗ്രോസ് ആണ് 15,000 15,000. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 2,000 രൂപ തന്നിട്ടുണ്ട്. അതർ ഇൻഫർമേഷൻ നോക്കാം. ഔട്ട് ഓഫ് എക്സ്പെൻസ് 82,000, 17,400 ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. അതായത് നമുക്ക് എക്സ്പെൻസ് 82,000 ഉള്ളതിൽ 17,400 നമുക്ക് കുറക്കാൻ പറ്റാത്ത എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ആ 82,000 എക്സ്പെൻസിൽ 17,400 നമുക്ക് കുറക്കാൻ പറ്റാത്ത എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് കുറച്ചിട്ടുണ്ട്. അത് തിരിച്ച് എന്ത് ചെയ്യണം? നെറ്റ് ലോസിൻ്റെ കൂടെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കുറക്കുന്ന ഒരു ഐറ്റം ആണ് ഡിപ്രീസിയേഷൻ ആസ് പെർ സെക്ഷൻ 32 17,500. അപ്പോൾ നമുക്ക് 32 പ്രകാരം 17,500 കുറക്കാൻ പാടുള്ളൂ. പക്ഷെ എത്ര കുറച്ചു? 20,000 കുറച്ചു. അപ്പോൾ 17,500 കുറക്കാൻ പാടുള്ളൂ, 20,000 കുറച്ചതുകൊണ്ട് ബാക്കി 2,500 തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് ഈസ് ഫുള്ളി ഡിഡക്റ്റബിൾ. ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് നമുക്ക് 40B പ്രകാരം മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഫുള്ളായിട്ട് കുറക്കാൻ പറ്റും. നോർമൽ കേസിൽ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് 12% വരെ ഡിഡക്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ളി 40B പ്രകാരം മൊത്തം കുറക്കാമെന്നാണ് പറയുന്നത്. ഇനി നോക്കാം, A and B ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി, കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഫേം ഫോർ ദി അസസ്മെന്റ് ഇയർ 23-24. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ഫേം ഫുൾഫിൽസ് സെക്ഷൻ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് 40B പ്രകാരം ഫുള്ളായിട്ട് നമുക്ക് കുറക്കാൻ പറ്റും. ഇനി 184 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് കുറക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഓൾറെഡി റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് തിരിച്ച് എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ നെറ്റ് ലോസിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഇനി നോക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് നോക്കാം. ബൈ റെസീപ്റ്റ്സ് ഫ്രം ക്ലയൻസ് ആൻഡ് ഓഡിറ്റ് ഫീസാണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് റെസീപ്റ്റ്സ്. ദെൻ ഡിവിഡൻഡ് ഫ്രം കമ്പനി ഗ്രോസ് ആണ്. ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഒരു ഐറ്റം ആണ്. ഡിവിഡൻഡ് ഫ്രം കമ്പനി എന്ന് പറയുന്നത് അതർ സോഴ്സിൽ ഐറ്റം ആയതുകൊണ്ട് തന്നെ അത് ഇവിടെ വരേണ്ട ഒരു ഐറ്റം അല്ല. തിരിച്ചെന്ത് ചെയ്യണം? ഓൾറെഡി ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് ചെയ്യാൻ മീൻസ് അത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അത് കുറക്കണം. അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ഫ്രം കമ്പനി എന്ത് ചെയ്യണം? കുറക്കണം. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. ഹെഡിങ് കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി. അസസ്മെന്റ് ഇയർക്ക് കൊടുക്കണേ. 2 കോളം, എമൗണ്ട് കോളം. നമുക്കറിയാം, ഫസ്റ്റ് അസസ്മെന്റ് ഫോമിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കും? ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിവിടെ നമുക്ക് നെറ്റ് ലോസ് ആണ്. അപ്പോൾ നെറ്റ് ലോസ് എന്ന് എഴുതി കൊടുക്കാം. നെറ്റ് ലോസ് ആണ് 2,000 രൂപ. അപ്പോൾ 2,000 ഒന്നെങ്കിൽ മൈനസ് ഇട്ട് കാണിക്കാം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് കാണിക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു, ഇതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ്. എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ആണ്. പക്ഷേ ആ എക്സ്പെൻസിൽ നമുക്ക് 17,400 കുറക്കാൻ പറ്റാത്ത ഐറ്റമാണ്. അപ്പോൾ തിരിച്ചെന്ത് ചെയ്യണം? 17,400 എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ആഡ് എക്സ്പെൻസസ് നോട്ട് ഡിഡക്റ്റബിൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസസ് തന്നെയാണ് കാണിക്കുക. അപ്പോൾ എക്സ്പെൻസസ് കുറക്കാൻ പറ്റാത്ത എക്സ്പെൻസ് തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അതിൽ എക്സ്പെൻസസ് എത്രയാണ്? 17,400 ആണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ ഐറ്റം ഡിപ്രീസിയേഷൻ 20,000 കുറച്ചിട്ടുണ്ട്. 17,500 മാത്രമേ നമുക്ക് കുറക്കാൻ പറ്റൂ. അപ്പോൾ തിരിച്ച് എക്സസ് ഡിപ്രീസിയേഷൻ എത്ര തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം? 20,000 നിന്ന് 17,500 കുറച്ചത് എത്ര കിട്ടും? 2,500. ഓക്കെ. ഇനി നെക്സ്റ്റ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് നമ്മൾ ഫുള്ളി എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് 60,000. ഓക്കെ. പിന്നെ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് ആണ്. ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് നമുക്ക് ഫുള്ളി ഡിഡക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ഇത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
9,900 കിട്ടും. എന്ത് ചെയ്യാം, ഇത് -2000 കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് 77,900 ആണ് വരിക. 77,900. ഇനി ഇതെല്ലാം എന്ത് കുറക്കണം? ഡിവിഡൻഡ് ഫ്രം കമ്പനി, അതായത് ഇത് അതർ സോഴ്സിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് ചെയ്യാൻ മീൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ വരേണ്ട ഒരു ഐറ്റം അല്ല. അപ്പൊ ലെസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അതർ സോഴ്സിൽ വരുന്നത് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് എത്രയാണ്? 15,000 ആണ് കുറക്കേണ്ടത്. 15,000 കുറക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 62,900 ആണ്. ഇതാണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ്. ബുക്ക് പ്രോഫിറ്റ് 62,900 ആണ്. ഇനി ബുക്ക് പ്രോഫിറ്റിൽ നമ്മൾ കുറക്കേണ്ടത് ലെസ് റെമ്യൂണറേഷൻ ആസ് പെർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി. റെമ്യൂണറേഷൻ ആസ് പെർ 40 സബ്സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ബുക്ക് പ്രോഫിറ്റ് 3,00,000 കുറവാണ്. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഇവിടെ തന്നെ ഞാൻ ചെയ്യുവാണ്. 1,50,000 or 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് whichever is higher. അപ്പോൾ ഇത് എന്താ എത്രയാണ്? 1,50,000 തന്നെ. 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 62,900ന്റെ 90%. 62,900ന്റെ 90% എന്ന് പറയുമ്പോൾ 26,610. whichever is higher. whichever is higher. 1,80,000 ആണ് ഹയർ. ഇനി ഇത് ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? റിമ്യൂണറേഷൻ ആസ് പെർ ഡീഡ്. റിമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? 60,000. ഇതിൽ whichever is ലോവർ അല്ലെങ്കിൽ ലെസർ വാല്യൂ ആണ് നമ്മൾ കുറക്കുന്നത്. എത്രയാണ് കുറക്കേണ്ടത്? 1,50,000 ആണോ 60,000 ആണോ? 60,000 ആണ് നമ്മൾ കുറക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2,900 ആണ് ഫേമിൻ്റെ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. 2,900 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ്, നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ടോട്ടൽ ഇൻകം കാണണം. അതിൻ്റെ മുകളിലാണ് ടാക്സ് ലയബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ ബിസിനസ് ഇൻകം മാത്രമല്ല, നമുക്ക് ഏത് ഹെഡ് കൂടിയുണ്ട്? ഇൻകം ഫ്രം അതർ സോഴ്സ് കൂടിയുണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സ് കൂടിയുണ്ട്. എത്രയാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് 15,000. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. ഇത് ഇൻകം ഫ്രം ബിസിനസ്, ഇത് അതർ സോഴ്സ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 17,900. ഈ 17,900 നമുക്ക് ഡിഡക്ഷൻ ഒന്നുമില്ല. 17,900-നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ടാക്സ് ലയബിലിറ്റി ആണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഇൻകം. 17,900 ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ടാക്സ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത് എത്രയാണ്? 30% ടാക്സും 4% HEC ആണ്. അപ്പോൾ 17,900ന്റെ 30% ടാക്സ്. 17,900ന്റെ 30% എന്ന് പറയുമ്പോൾ 53,70 ആണ് ടാക്സ് എമൗണ്ട് വരിക. 53,70. ഇനി ഈ 53,70ന്റെ 4% HEC. 53,70ന്റെ 4% HEC എന്ന് പറയുമ്പോൾ 214.8. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തതാണ് നമ്മുടെ എന്താണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. 55,84.8. 5,584.8 ആണ് നമ്മുടെ എന്താണ് ടാക്സ് ലയബിലിറ്റി, ഫേമിൻ്റെ ടാക്സ് ലയബിലിറ്റി വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യുന്നത്? വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്